ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിണ്ടാപ്രാണികളുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള മാതൃകകളിൽ നമ്മൾ വായിക്കുന്ന പല ഉദാഹരണങ്ങളിൽ ഒന്ന്, സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മിണ്ടാപ്രാണികളോട് വല്ല അന്യായവും, അവർ ഗ്രാമീണരാണ്, പലരും ഗ്രാമീണരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ എന്ന കുട്ടിയെ പൊക്കിയിട്ട് ഒരു ഉമ്മ വെച്ചപ്പോൾ ബനു തമീമിൽ നിന്ന് വന്ന ചില ഗ്രാമീണർ കണ്ടിട്ട് പറയണം, കുട്ടികളെ ഉമ്മ വെക്കുകയാണ്. അതാണ് പല അറാബികളും, കുട്ടികളെ ഉമ്മ വെക്കുകയാണ്. ഞങ്ങളൊന്നും ഞങ്ങളെ കുട്ടികളെ ഇതുവരെ ഉമ്മ വെച്ചിട്ടില്ല. അഖ്റബിന് ഹാബിസും ഇവരൊക്കെ വന്നപ്പോൾ ഞങ്ങളൊന്നും ഞങ്ങളുടെ കുട്ടികളെ ഉമ്മ വെച്ചിട്ടില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, അള്ളാഹു നിങ്ങളുടെ കൽബിൽ നിന്ന് റഹ്മത്ത് എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തിരിച്ച് നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന് പറഞ്ഞെങ്കിൽ, റഹ്മത്ത് കൽബിലുണ്ടെങ്കിൽ കുട്ടികളെ ഉമ്മ വെക്കണം. അങ്ങനത്തെ പ്രകൃതാകണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ അതുപോലത്തെ ഗ്രാമീണ അറബികൾ അവരാണ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളും ആദാബുകളും ഉൾക്കൊണ്ടുവരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലത്തെ മര്യാദകൾ, അദബുകൾ പലതും, അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ സവാദൻ്റെ വിഷയം പറഞ്ഞില്ലേ, സവാദ ഇബ്ൻ റബി പറഞ്ഞപ്പോൾ കുട്ടികളോട് പാലിറക്കണതിന് മുമ്പ് നഖം വളർത്തിയിട്ടുണ്ടെങ്കിൽ വെട്ടണം, നഖം കൊണ്ടിട്ട് അകിട്ടിൽ മുറിവ് വരാൻ പാടില്ല എന്നുള്ളതൊക്കെ പഠിപ്പിക്കണം. എന്തുകൊണ്ടാണ്? പലരും ഈ ഒട്ടകങ്ങളുമായി, മൃഗങ്ങളുമായി, ആടുകളുമായി, മാടുകളുമായിട്ട് പെരുമാറുന്ന പല ഗ്രാമീണ അറബികളും കടുത്ത പ്രകൃതക്കാരാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇതുപോലത്തെ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, ഇസ്രായേലിയരിൽ ഒരു ബഗീനെ കുറിച്ച് റസൂൽ പറഞ്ഞു കൊടുത്ത്, ഒരു ബഗി അവർ കാണുകയാണ് ഒരു നായ യതീഫു ഹൗല ബിഇരിൻ എന്നാണ്, യതീഫു ഹൗല ബിഇരിൻ, ഒരു കിണറ്റിന് ചുറ്റും ഇങ്ങനെ നടക്കുകയാണ് ഒരു നായ. അപ്പോൾ ദാഹിച്ച് വലഞ്ഞിട്ടാണ് നടക്കുന്നത് കിണറ്റിന് ചുറ്റും, അതിനെ ഇറങ്ങി കുടിക്കാൻ വയ്യ. അപ്പോൾ ഈ ബഗി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അവരുടെ മൂക്ക് ഊരി എന്നാണ്. മൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഷൂ ഊരി, എന്നിട്ട് ആ കിണറ്റിൽ നിന്ന് ഈ മൂക്കിൽ വെള്ളം കോരിയിട്ട് ഈ കിണറ്റിന് ചുറ്റും ഓടി നടക്കുന്ന നായക്ക് കുടിക്കാൻ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സഹാബത്തിനോട്, ഫഗഫറല്ലാഹു ലഹാ, ഈ ദുർനടപ്പുകാരിയായ പെണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പുണ്യപ്രവൃത്തിയിൽ മാപ്പേകുകയുണ്ടായി, പുറത്തു കൊടുക്കുകയുണ്ടായി എന്ന്. തിരുനബിയുടെ അധ്യാപനങ്ങൾ നമ്മൾ ഇതുപോലെ പലത് വായിക്കും, മഹിത മാതൃകൾ പലത് വായിക്കും. ഈ പ്രാണികളുടെ വിഷയത്തിൽ, അത് ഒട്ടകങ്ങളുടെ വിഷയത്തിൽ, അതേപോലെ തന്നെ നായയുടെ വിഷയത്തിൽ, ആടുകളുടെ വിഷയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബി പറയാണ്, അബൂ ഉമാമയെ തോന്നുന്നു, സഹാബി പറയാണ്, റസൂലെ ഇന്നീല അർഹമുശാത്ത എൻ്റെ ദബീഹത്തിഹ, റസൂലെ ഞാൻ ആടിനെ അറുക്കുമ്പോൾ ഞാൻ അതിനോട് കരുണ കാണിക്കാറുണ്ട്. ഒരു സഹാബി പറയാണ്, ഞാൻ ആടിനെ അറുക്കുമ്പോൾ അതിനോട് കരുണ കാണിക്കാറുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അശ്ശാത്ത് ഇൻ റഹിംതഹ റഹിമകല്ലാഹ്, ആടിനോട് നീ കരുണ കാണിച്ചാൽ അള്ളാഹു നിന്നോട് കരുണ കാണിക്കും. ആടിനോട് കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ കാരുണ്യം നിനക്ക് കിട്ടും എന്നാണ് പറഞ്ഞത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും, ഇദാ റഹിംത വലൗ ബിദബീഹതി ഉസ്ഫൂരിൻ റഹിമകല്ലാഹു യൗമൽ ഖിയാമ, ഒരു കുരുവിയെ അറുക്കുമ്പോൾ കാരുണ്യത്തിൽ നീ അതിനറുത്തിട്ടുണ്ടെങ്കിൽ അന്ത്യനാളിൽ പടച്ചവൻ്റെ കാരുണ്യം നിനക്ക് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഒരാൾ ആടിനെ കിടത്തിയിട്ടിട്ടുണ്ട്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രംഗം കാണുകയാണ്. ആടിനെ കിടത്തിയിട്ടിട്ട് അയാൾ കത്തി മൂർച്ച വിട്ടാണ്, കെട്ടിയിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് കത്തി മൂർച്ച വിട്ടാണ്. അപ്പോൾ ഈ ആട് ഈ മൂർച്ചയാക്കുന്നത് നോക്കുകയാണ്, അത് റസൂലുള്ള കാണുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അതുരീദു അൻ തഖുത്തുലഹ മൗതാത്ത്, ഈ ആടിനെ എത്ര തവണ കൊല്ലാനാണ് നിൻ്റെ ഉദ്ദേശം? ഈ ആടിനെ എത്ര തവണ കൊല്ലാനാണ് നിൻ്റെ ഉദ്ദേശം? ഹല്ല ഹല്ല ഹദത്ത ശുഫ്രതക് ഖബ്ല അൻ തുദ്ജഅ, ഇതിനെ അറുക്കാൻ കിടത്തുന്നതിന് മുമ്പ് നിനക്ക് നിൻ്റെ കത്തി മൂർച്ച കൂട്ടിക്കൂടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇദാ അറത്തു മുദ്ദബഹ് ഔ കമാ ഖാൽ ഫൽയുജ്ഹിസ്, നിങ്ങൾ അറുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫൽയുജ്ഹിസ് എന്ന് പറഞ്ഞെങ്കിൽ പെട്ടെന്ന് അറിവ് നടത്തണം, അതാണ് എൻ്റെ അർത്ഥം. പെട്ടെന്ന് അറിവ് നടത്തണം, കെട്ടി തള്ളിയിടുക, പെട്ടെന്ന് അറുക്കുക. ചിലർ ആടിനെയൊക്കെ കെട്ടി തള്ളിയിട്ട് ബന്ധിച്ച് പെരടിയൊക്കെ വലിച്ച് വെച്ചതിന് ശേഷം പിന്നെയാണ് അളിയാക്കയാണ് അറക്കേണ്ടത്, അമ്മോശാക്കയാണ് അറക്കേണ്ടത്, അല്ല പിന്നെ ഇത് അഖീഖൻ്റെ അറിവാണല്ലോ അത്, അമ്മങ്ങാക്കല്ലേ വരേണ്ടത്, ഇതൊക്കെ ആലോചിക്കൽ തന്നെ പിന്നെയാണ്.
നമ്മുടെ നാട്ടിൽ ഭയങ്കര വലിയ സങ്കടകരമായ വിഷയങ്ങൾ കാണാൻ സാധിക്കും. എന്നിട്ട് മൂപ്പര് വന്ന് തലയിക്കെട്ടൊക്കെ ഒന്ന് കെട്ടി മടക്കിയൊക്കെ കുത്തി എന്നിട്ട് പിന്നെയാണ് ചിലർ അതിൻ്റെ ഇടക്കൗത്തോ അല്ലെങ്കിൽ കൂലിയൊക്കെ നിശ്ചയിച്ചതിന് ശേഷം പിന്നെ അറക്കാം. ഇതിനെ കെട്ടി തള്ളിയിട്ടതിന് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അറക്കാൻ ഉദ്ദേശിച്ചിട്ട് പെട്ടെന്ന് അറിവ് നടത്തണം, വെച്ചുകൊണ്ടിരിക്കാൻ പാടുള്ളതല്ല. എന്നിട്ട് ദബീഹത്തിന് റാഹത്ത് കൊടുക്കണം എന്നാണ്. വലിയുരിഹ് ദബീഹതഹു, എത്ര തവണ കൊല്ലാനാണ് നീ ഉദ്ദേശിക്കണമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആടിനെ കെട്ടി തള്ളിയിട്ടിട്ട് അതിന് മുമ്പിൽ കത്തി മൂർച്ച കൂട്ടുന്ന ആളോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ടായത്. അത്ര ഗൗരവത്തിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം വിഷയങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഈ ഒരു ഹബീബിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ മാത്രം നമ്മൾ കാണുന്ന വിഷയങ്ങളും മാതൃകകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, ഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല വഇദാ ദബഹ്തും ഫഅഹ്സിനുദ് ദിബ്ഹ, അറക്കുകയാണെങ്കിൽ അറവ് മാന്യാക്കണം, കൊല്ലുകയാണെങ്കിൽ കൊല്ലൽ അത് മാന്യാക്കണം. ഈ വസഖയെ കൊല്ലുന്ന വിഷയം ഉണ്ടല്ലോ, വസഖ എന്ന് പറഞ്ഞാൽ പല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല്ലിയെ കൊല്ലാൻ പറഞ്ഞിട്ട് കൊല്ലാൻ പറഞ്ഞ പല്ലി അസാമുൽ അബിയൽ, വെളുത്ത വിഷമുള്ള പല്ലിയാണ്. വെളുത്ത വിഷമുള്ള പല്ലിയാണ് കൊല്ലാൻ പറഞ്ഞത്. അത് മിനൽ ഫവാസിഖ് എന്നാണ്, ഉപദ്രവകാരികളായ മൃഗങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പല്ലിയെ കൊല്ലാൻ പറഞ്ഞത്. എന്നിട്ട് പല്ലിയെ കൊല്ലുന്ന വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മൻ ഖതലൽ വസഖത ലിഅവ്വലി ദർബത്തിൻ ഫലഹു 100 ഹസന എന്നാണ്. ആദ്യ അടിയിൽ പല്ലിയെ കൊല്ലുന്നവന് 100 കൂലിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ. എന്തിനാ ഈ ആദ്യ അടിയിൽ പല്ലിയെ കൊല്ലുന്നവന് 100 കൂലി എന്ന് പറഞ്ഞത്? അത് ഈ ഫഹ്സിനുൽ ഖിത്ലാണ്. കൊല്ലുകയാണെങ്കിൽ മാന്യമായിട്ട് കൊല്ലണം. ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുക, ആ പരിപാടി പാടില്ല. പല്ലിയെ കൊല്ലുകയാണെങ്കിൽ ഒരൊറ്റ അടിയിൽ അതിനെ കൊന്നിരിക്കണം എന്നുള്ളതാണ്. പല്ലിനെ കൊല്ലുന്നത് കൽപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത് അതാണ്. ഒറ്റയടിക്ക് കൊല്ലണം, അതിന് നല്ല കൂലിയുണ്ട് എന്നാണ്. എന്താ ഇഞ്ചിഞ്ചായി കൊല്ലാൻ പാടില്ല എന്നുള്ളത് പഠിപ്പിക്കാനാണ്. പക്ഷേ നമ്മളെ പല ഈ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റിൻ്റെ ആളുകളും അതേപോലെ സിനിമയും നാടകവും അവതരിപ്പിച്ചിട്ട് ദീനിനെ കളിയാക്കാൻ നടക്കുന്ന ചില മുസ്ലിം വേഷധാരികളും പണ്ഡിത വേഷധാരികൾക്കും ഇത് കിട്ടിയില്ല. അവർ ഈ ആദ്യ കൊല്ലലിൽ അടിയിൽ പല്ലിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഇത് കളിയാക്കുകയാണ്. ദീനിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തി. എന്തിനാണ് അത് റസൂലുള്ള പറഞ്ഞത് എന്നുള്ളത് അവർ മനസ്സിലാക്കിയില്ല. അല്ലാഹുൽ മുസ്തആൻ. ഇതിൽ മുസ്ലിങ്ങൾ ഇറക്കിയ ഇപ്പോൾ ഉൽപ്പതിഷ്ണുക്കൾ എന്ന് പറയുന്നവർ ഇറക്കിയ നാടകവും അതേപോലെ തന്നെ സിനിമയും കാണാൻ സാധിക്കും. എന്തിനാ പല്ലിനെ ഒറ്റയടിക്ക് കൊല്ലാൻ പറഞ്ഞത്? അത് കൊല്ലുകയാണെങ്കിൽ ഫഹ്സിനുൽ ഖിത്ല, നിങ്ങൾ ഇഞ്ചിഞ്ചായി കൊല്ലാൻ പാടുള്ളതല്ല, പെട്ടെന്ന് കൊല്ലണം എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ വരെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തെയും ദീനിൻ്റെ മഹത്വത്തെയും അറിയിക്കുന്ന, മേന്മയെ അറിയിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ അതിനെ നേരെ തിരിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെ ദീനിനെ പരിഹസിക്കാനുള്ള, സുന്നത്തിനെ കളിയാക്കാനുള്ള ഒരു ഉപാധിയാക്കിയിട്ട് ചില ആളുകൾ കൊണ്ടെടുക്കണം. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസഖയെ കൊല്ലാൻ പറഞ്ഞു. വസഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസാമുൽ അബിയം, വെളുത്ത വിഷമുള്ള പല്ലിയാണ്. ചില റിപ്പോർട്ടുകളിൽ മൃഗങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തീയിലേക്ക് ഊതാൻ വിസമ്മതിച്ച സമയം ഈ അസാമുൽ അബിയതായി വസഖ അതിൽ ഊതുകയുണ്ടായി എന്ന് ആയിഷ റളിയല്ലാഹു തആലയൊക്കെ പറഞ്ഞ ഒരു വിഷയം ഇതോട് കൂടി ഹദീസിൽ കാണാം. പക്ഷേ വസഖ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മിനൽ ഫവാസിഖ്, അത് ഉപദ്രവകാരിയാണ്. ഉപദ്രവകാരിയായിട്ടുള്ള വസഖ അതാണ് കൊല്ലപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പക്ഷേ അതിനെ കൊല്ലുകയാണെങ്കിലും ഒറ്റയടിക്ക് കൊല്ലണം എന്നുള്ളതാണ്. ഇഞ്ചിഞ്ചായി കൊല്ലാൻ പാടില്ല എന്നാണ് കാരുണ്യത്തിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കേണ്ടത്. ഒരു വിശാലമായ വിഷയത്തിൻ്റെ പല ഭാഗങ്ങൾ മാത്രം ഇവിടെ നിന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും തുറവിയേറ്റി ഉദവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവുറ്റ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പഠിക്കാൻ, പകർത്താൻ, അത് പ്രചരിപ്പിക്കാൻ നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴി മാറ്റുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമാറാവട്ടെ. വിചാരണ കൂടാതെ, അദാബ് കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഇടം കാണാനും അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم احفظ لبلاد الحرمين الشريفين أمنها ورجال أمنها وقيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وآله وصحبه أجمعين. السلام عليكم.